തെളിവുകൾ കൊണ്ടും സാക്ഷിമൊഴികൾ കൊണ്ടും എന്റെ കക്ഷിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ഇതിനകം ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ എന്റെ കക്ഷി നിരപരാധിയാണെന്നും നിരപരാധിയായ എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്തിനാണ് ചിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? അത് ഡാഡി മമ്മിയെ കുറ്റം പറയണ്ട. ഡാഡി വർഷത്തിലൊരിക്കൽ മാത്രമേ വേഷം എടുത്തുള്ളൂ. അപ്പോ മമ്മിക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? അയ്യോ എന്റെ മോളെ, കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി, ഇന്ന് വരെ നിങ്ങളുടെ ഡാഡി ഒരു കേസ് വാദിച്ചു ഞാൻ കേട്ടിട്ടില്ല. കേസ് വാദിച്ച് തോറ്റുപോയ വക്കീലന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കേസ് വാദിക്കാൻ കോടതി പോവാത്തൊരൊറ്റ വക്കീല് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഈ ലോകത്തെ കേസൊന്നും കാണുകയില്ലായിരിക്കും. അല്ല, ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ കളിയാക്കാൻ. കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ? എടീ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാ ഭംഗിന്നറിയാവോ? ദേഷ്യം വരുമ്പോ ആ മുഖം ഒന്ന് കാണണം. മൂക്കെല്ലാം കൂടെ വിറച്ച്, കവളെല്ലാം കൂടി തുടുത്ത്, അത് കാണാനല്ലോടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത്. എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങിയോ? ചേടാ, എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ? കളിയാക്കൊന്നും വേണ്ട. 10-25 വർഷങ്ങൾക്ക് മുൻപ് പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത്. അയ്യോ, അങ്ങനെയല്ല. രാത്രിയിൽ ഈ വേഷത്തിൽ. അത് പറഞ്ഞാ വലിയ തമാശയാ. മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത് എന്റെ 25ാമത്തെ വാർഷികമാണിന്ന്. പുള്ളിക്കാരൻ ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നിന്നു. അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി. പുള്ളിക്കാരനതാ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്നത്? ഭാര്യമാരൊന്ന് കളിയാക്കിയെന്ന് വെച്ച് ഇങ്ങനെ വേണ്ടാലോ. താരമില്ലെന്നേ, എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ഈ ലോകത്ത്. അത് ഈ തലമുറയുടെ ശാപമാണ്. എന്നൊന്നും പറയണ്ട. അതിലെന്താ എത്ര ശാപമുള്ളത്? ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം. പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യം. അല്ല, എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന എനിക്കിഷ്ടമല്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങണം പ്ലീസ്. എന്തൊരു മനുഷ്യനായത്! എന്തൊരു ചിരിയായത്! ഒരുമാതിരി വിടന്മാരുടെ ചിരി. വയസ്സും പ്രായമൊക്കെ നോക്കണ്ടേ? ഞാനിപ്പോ കൂടുതലായി ചിരിച്ചു. കൂടുതലല്ലെങ്കിലും ഇത് ചിരിയല്ല, അട്ടഹാസമാണ്. മേലാൽ അട്ടഹസിക്കരുത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, അതും ഭാര്യയോടൊപ്പം താമസിക്കുമ്പോൾ കുറച്ചൊക്കെ പരസ്പര ബഹുമാനം വേണ്ടേ? അതും ഒരു റിട്ടയർഡ് മിലിറ്ററി കേണലിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ? അത് ശരിയാ. അപ്പോ ഞാൻ അത്ര കൂടുതലായും ശക്തമായും ചിരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? യു ആർ റൈറ്റ്. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് ആവശ്യം. എന്റെ ശബ്ദത്തിനു മീതെ അമ്മിണിക്കുട്ടിയുടെ ശബ്ദമോ അമ്മിണിക്കുട്ടിയുടെ ശബ്ദത്തിനു മീതെ എന്റെ ശബ്ദമോ ഉയരാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരേ ഒരു ശബ്ദം മതി. ആരും കേൾക്കാത്ത ശബ്ദം, സ്നേഹത്തിന്റെ ശബ്ദം. അങ്ങയുടെ ശബ്ദത്തിന് മീതെ സ്വരമുയർത്തുന്നത് പോട്ടെ, എനിക്ക് അങ്ങയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും പറ്റില്ല. അപ്പോഴേ കിടന്നാലെങ്ങനെയാ? ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. വേണ്ടെന്ന് വെച്ചാ? എനിക്ക് ആഹാരം വേണ്ടെന്ന്. ഓ പിന്നെ, ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
പട്ടിണി കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. വന്ന് ആഹാരം കഴിച്ച്. ഞാൻ ഉറങ്ങാൻ പോവാണ്. കേസ് ഒന്നും വാദിക്കാൻ പോകണ്ട. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. കേസ് വാദിക്കാതെ തന്നെ ജീവിക്കാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ദേ, അത് മാത്രം പറയരുത്. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നുകൂടെ ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ 40 സെന്റ് പുരയിടവും 38 മൂട് തെങ്ങുമുണ്ട്. എന്ന് മുതൽ കേക്കുവാ ഈ 40 സെന്റ് ഭൂമി? എടി, എടി, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. എന്തിനാ മമ്മി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്തൊരു കഷ്ടമായത്. തമാശ ഒന്ന് പറഞ്ഞു, അതൊക്കെ നിർത്താൻ പാടില്ലേ? പറയടി, നിന്റെ മമ്മിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക. നിനക്ക് കോളേജിൽ പോയി വിവരമുണ്ടല്ലോ, ഇവർക്ക് അതുമില്ലല്ലോ. ഞാൻ കോളേജിൽ പോയിട്ടുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ നിർത്ത്. ദേ, ഇനി എന്റെ ഓർഡറാ. ആരും സംസാരിക്കാൻ പാടില്ല. ഡാഡി വരൂ, ആഹാരം കഴിക്കാം. ഡാഡി മൂളാനും മമ്മി മുക്കാനും. ഞാൻ ആഹാരം കഴിക്കാൻ വരാം. പക്ഷേ നിന്റെ മമ്മിയോട് പറഞ്ഞേരെ, ഞാൻ ആഹാരം കഴിച്ച് തീരുന്നവരെ സംസാരിക്കാൻ പാടില്ല. യുവർ ഓണർ സമ്മതിച്ചോ? Yes, then you can proceed. ഡാഡി വരൂ. നീ വയ്ക്കോ, ഞാനത് കഴിച്ചിട്ട് വന്നേക്കാം. ആഹാ, പിന്നെയും കിടന്നോ? ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഉടനെ അങ്ങ് അനുസരിച്ചേക്കണം. പിന്നെ പ്രശ്നമല്ലല്ലോ. വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആഹാ, ദേ, പിന്നെയും കിടന്നോ? കമോൺ, ഗെറ്റ് അപ്പ്. മണി 6 ആയില്ലേ? വയസ്സ് 19 ആയില്ലേ? ഞാനൊന്ന് കിടന്നോട്ടെ. ഞാനെന്താ സ്കൂളിൽ പോകുന്ന കുട്ടിയോ മറ്റാണോ? പഠിക്കാൻ. പഠിക്കുന്നതിന്റെ ആണോ? രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ എന്താ തടി? ഒന്ന് വെറുതെ എരിയാനി. ഇനി തടിച്ചാലെന്ത്, തടിച്ചില്ലെങ്കിൽ എന്ത്? എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ദേ, അടുത്ത വീട്ടിലെ മിസ്റ്റർ ഉണ്ണിത്താനെ കണ്ടോ? എങ്ങനെ ട്രിം ആയിട്ട് പെൻസിൽ പോലെ ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചൂടെ എങ്ങനെയാ ഈ തടി കുറച്ച് സൂക്ഷിക്കുന്നതെന്ന്? ആ, ചോദിച്ചാലും പറഞ്ഞു തരത്തില്ല. ഉണ്ണിത്താനെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. നേരം വെളുത്തില്ല, അതിനു മുമ്പേ കണ്ണാടി നോക്കിയിരിക്കാൻ. എന്തുവാ ഇത്ര ഇരിക്കുന്നേ? എടി, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല. സ്വയം എന്നെ നോക്കി രസിക്കുകയല്ലേ. അതിന് പ്രായവും പരിധിയൊക്കെ ഇല്ലേ? പെമ്പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി. നിനക്ക് എന്താടി ഇത്ര അസൂയ? നിനക്ക് കണ്ണാടി മുമ്പിൽ ഇരിക്കാൻ തോന്നൂല. നിന്റെ പ്രതിബിംബം നിന്റെ വയസ്സ് വിളിച്ചു പറയും. പിന്നെ അതെന്റെ തെറ്റാണോ? കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു. കാരണം ഞാൻ നിത്യ യൗവനമല്ലേ അമ്മണിക്കുട്ടി. പിള്ളേരാരെങ്കിലും കേറി വരും. സുനിതാൻ, ഞാൻ എത്ര ഓടിയാലും കിതക്കിയല്ല. മിസ്റ്റർ ഉണ്ണിത്താൻ സൈക്കിൾ ചവിട്ടുമ്പോ കിതക്കാറുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. കാരണം 7 വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ്. ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. മിസ്റ്റർ ഉണ്ണിത്താൻ, ഞാൻ എന്തോ പറയാൻ വിട്ടുപോയി. ആ, ഇന്നലെ നിങ്ങൾ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ഹാർട്ടിന് ദോഷകരമാണ്. അല്ല ഉറാച്ച, നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്. ഞാൻ വരട്ടെ. ആ, നിക്കണം. എന്റെ വീട് വഴിയല്ലേ പോകുന്നു. അതെ, ഞാനും കൂടെ കയറിക്കളയാം. വണ്ടി കാലിയായിട്ട് കയറിക്കോ. അയ്യോ, നോക്കി. അല്ല, ഔറാച്ചൻ പറയുന്നത് എന്തോ ചെയ്യാ. നോക്കി നോക്കി. ഞാനൊന്നും ചെയ്യുന്നില്ലെന്നേ. എന്റെ വയറ് മുട്ടുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുക. പൊന്ന് ഔറാച്ച, ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കേ. ഓവർ വെയിറ്റാ. അത് തന്നെയാ എന്റെ ഭാര്യയും പറയുന്നത്.